ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചങ്ങളഖിലവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 4000 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമിയിലൂടെ നടന്നുപോയ ഒരു മനുഷ്യന്റെ ജീവിതം വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടാൻ പോവുകയാണ്. ലോക ഇസ്ലാമിക സമൂഹം ഹജ്ജിന്റെ വെടിയാടത്തിനായി കാതോർത്തു നിൽക്കുന്നു. ലോക ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതിനിധികൾ ഉമ്മയും വാപ്പയും മക്കളുമായിട്ട് ആ കുടുംബത്തിന്റെ ജീവിതം അനുകരിക്കുവാനായി മക്കയിൽ ഒരുമിച്ച് ചേരുന്ന വളരെ സവിശേഷമായ മുഹൂർത്തമാണ് ഇത്. 4000 വർഷങ്ങൾക്കപ്പുറത്തുള്ള ഒരു കുടുംബത്തിന്റെ ജീവിതം അനുകരിക്കപ്പെടുക എന്നത് അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. ഒരുപക്ഷെ ചരിത്രാതീത കാലത്ത് ചരിത്രങ്ങൾ വേണ്ടത്രയൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത കാലത്ത് കടന്നുപോയ ഒരു ജീവിതം വീണ്ടും ഓർമ്മിക്കപ്പെടുകയും സ്വജീവിതം കൊണ്ട് ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരുപാട് ചിന്തിക്കുവാനുണ്ട്. ഓരോ നമാസ്
നമസ്കാരത്തിലും നാം ചൊല്ലുന്ന സ്വലാത്തിൽ ആ നാമധേയം നിരന്തരം കടന്നു വരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം. ഇങ്ങനെ ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായിട്ട് വളരെ ചേർന്ന് നിന്നുകൊണ്ടാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അന ദഅവതു അബീക്കും ഇബ്രാഹിം, ഞാൻ നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പ്രത്യുത്തരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം വരാനിരിക്കുന്ന കാലത്തെ, അന്ത്യകാലത്തെ മുൻനിർത്തി നടത്തിയ പ്രാർത്ഥനയുടെ ഉത്തരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. അവിടെയാണ് ഇബ്രാഹിമി മില്ലത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പരസ്പരം ചേർന്ന് നിൽക്കുന്നത് എന്ന് നാം പ്രത്യേകിച്ച് തിരിച്ചറിയണം. ആ പൈതൃകം, ആ ആത്മബന്ധം നാം നെഞ്ചേറ്റുന്നത് കേവലമായ ഒരു ബന്ധം എന്ന അർത്ഥത്തിലല്ല. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചര്യ, ആ മാർഗം, അതാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പിതാവാകുന്നത്? അത് ഒരുപക്ഷെ രക്തബന്ധം കൊണ്ട് തന്നെ ആകണമെന്നില്ല. അതിനുമപ്പുറത്ത് വളരെ സുദൃഢമായ മറ്റൊരാത്മബന്ധമാണ് അതിന്റെ പിന്നെ. അത് ആദർശബന്ധമാണ്. മില്ലത്ത് അബീക്കും, നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം, അതാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറയുന്നു. 8 ഇടങ്ങളിൽ മില്ല എന്ന വാക്ക് ഖുർആൻ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് നമ്മുടെ ജീവിതത്തെ മാറ്റുരക്കാൻ വേണ്ടിയാണ്. നാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആ ആദർശ പിതാവ് വരച്ചു കാണിച്ച ജീവിത ലക്ഷ്യം, ആ ആദർശം, അതിൽ നിന്ന് നാം പിറകോട്ട് പോകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ, മാറ്റുരച്ചു നോക്കുവാൻ വേണ്ടി തന്നെയാണ് നിരന്തരം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം നമ്മിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തന്റെ ഉറ്റ തോഴനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഖലീലായി തിരഞ്ഞെടുത്തു എന്ന് ഖുർആൻ. മനുഷ്യ സമൂഹത്തിന് ഇമാമായിട്ട്, നേതാവായിട്ട്, മാർഗദർശിയായിട്ട്, വഴികാട്ടിയായിട്ട് നിശ്ചയിച്ചു എന്ന് ഖുർആൻ പറയുന്നു. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മനുഷ്യ സമൂഹത്തിന് ഇമാമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നാം പഠിക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മുടെ മുന്നേറ്റം സത്യപാതയിലാണോ അല്ല വ്യതിചലനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഏറ്റവും സവിശേഷമായ വാക്ക് എന്താണ്? മുസ്ലിം എന്ന വാക്കാണ്. നമുക്ക് ഇന്ന് മുസ്ലിം എന്നത് കേവലം ചില ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ എഴുതി ചേർക്കാനുള്ള ജാതി പേരായി മാറിപ്പോയിട്ടില്ലേ? ഇസ്ലാം, മുസ്ലിം, അതിന്റെ കൂടെ OBC എന്ന് കൂടി എഴുതിയാൽ എല്ലാം ഭദ്രമായി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. എന്നാൽ അതേ മുസ്ലിം എന്ന വാക്കാണ് ആ മഹാനായ വിപ്ലവകാരിയായ പ്രവാചകനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ പ്രവാചകന്റെ നിലപാട് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. മാകാന ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരുന്നില്ല യഹൂദിയം വല നസ്രാനിയ, ജൂതനായിരുന്നില്ല, ക്രൈസ്തവനായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, അദ്ദേഹം ഋജുമാനസനായ, ഏകാഗ്രചിത്തനായ, സത്യത്തിലേക്ക് മാത്രം ഉന്മുഖനായ, സമർപ്പിതനായ മുസ്ലിമായിരുന്നു എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്.
ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും നമ്മൾ ഇനിയും പഠിക്കേണ്ടി വരും. ഉമ്മയും വാപ്പയും മുസ്ലിം സമുദായത്തിലാണെങ്കിൽ ഞാനും അതിലാണ് എന്ന് സമാധാനിക്കുന്നവരാണ് നമ്മിലധികം പേരും. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരിക്കലും പാരമ്പര്യം കൊണ്ട് നേടിയതായിരുന്നില്ല ഇബ്രാഹിം അലൈഹിസ്സലാം മുസ്ലിം എന്ന പദ്ധതി. മറിച്ച് തന്റെ നിലപാട് കൊണ്ട്, തന്റെ ആദർശപരമായ വിശുദ്ധി കൊണ്ട് നേടിയെടുത്തതാണ്. അതാണ് ഖുർആൻ അദ്ദേഹം മുസ്ലിമാണ് എന്ന് പ്രത്യേകം പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മുസ്ലിമൈനി ലക്, പടച്ചോനെ ഞങ്ങളെ രണ്ടുപേരെയും, എന്നെയും എന്റെ മകനെയും നിനക്ക് മുസ്ലിംകളായവരിൽ ഉൾപ്പെടുത്തണമേ. വമിൻ ദുർരിയ്യത്തിന ഉമ്മത്തുൻ മുസ്ലിമത്തൻ ലക്, നിനക്ക് വഴിപ്പെട്ട ഒരു ഉമ്മത്ത് മുസ്ലിമയാക്കിയിട്ട് എന്റെ സന്തതികളെ നീ മാറ്റണമേ എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം ആരാണ് എന്ന് വീണ്ടും വീണ്ടും നാം പഠിക്കേണ്ടി വരും. ജീവിതത്തെ പരിപൂർണമായും അല്ലാഹുവിനെ സമർപ്പിച്ച, എന്റേത് എന്ന നിലയ്ക്ക് തിരിച്ചെടുക്കാൻ ഒന്നുമില്ലാത്ത വിധം അല്ലാഹുവിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തവനാണ് മുസ്ലിം എന്ന് അതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ജീവിതത്തിന്റെ ബലി എപ്രകാരമായിരുന്നു എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന മറ്റൊരു പ്രയോഗം, ഇന്ന ഇബ്രാഹിം, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം ഖാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നതാണ്. ഖാനിതൻ ലില്ലാഹി ഹനീഫ, അല്ലാഹുവിന് ഏകാഗ്രചിത്തനായി വഴിപ്പെട്ട വണക്കമുള്ള അങ്ങേയറ്റം വിനയാന്വിതനായ ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെ അല്ലാഹു തആല പ്രത്യേകമായ പരാമർശം നടത്തിയത് ഖാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നതാണ്. എന്താ ഉമ്മത്ത്? നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്നാണ് പൊതുവെ നമ്മൾ കൽപ്പിക്കുന്ന ഒരർത്ഥം. യഥാർത്ഥത്തിൽ ഉമ്മത്ത് അതിനൊക്കെ അപ്പുറമുള്ള ഒരു ആശയമാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഇമാമത്തുള്ള, നേതൃത്വമുള്ള ഒരു സമൂഹമാണ് ഉമ്മത്ത്. നേതൃത്വമുള്ള സമൂഹം. ഒരു സമൂഹത്തിന് നേതൃത്വം ഉണ്ടാകുന്നത് ആ സമൂഹത്തിന് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാകുമ്പോഴാണ് നേതൃത്വം ആവശ്യമായി വരുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരപഥം കൂടുതൽ സുഗമമാക്കി മാറ്റുന്നതായിരിക്കും നേതൃത്വം. അതേപോലെ ആ സമൂഹത്തിന് കൃത്യമായ ആദർശമുണ്ടായിരിക്കും, പ്രശ്നങ്ങളോട് കൃത്യമായ സമീപന രീതിയും നിലപാടും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആദർശബോധമുള്ള, ലക്ഷ്യബോധമുള്ള സമൂഹത്തെയാണ് ഖുർആൻ ഉമ്മത്ത് എന്ന് വ്യവഹരിക്കുന്നത്. നമ്മെ കുറിച്ച് പറഞ്ഞില്ലേ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ ഉമ്മത്ത്, നിങ്ങളാണ് ഖൈറ ഉമ്മ. എന്നിട്ട് അല്ലാഹു തആല ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാട് വെളിപ്പെടുത്തുന്നുണ്ട്. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കപ്പെട്ടവരാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരുമാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് നയം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മത്തിന്റെ കാര്യത്തിൽ. അതൊരു സമൂഹമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. മറ്റൊന്നുണ്ട്, ഖുർആനിലെ മറ്റൊരു പ്രയോഗം ഖൗം എന്നതാണ്. ഖൗം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമാണ്, എന്തൊക്കെയോ കാരണങ്ങളാൽ ഒരുമിച്ച് കഴിയുന്നവർ. ഇന്ത്യൻ ജനത, വ്യത്യസ്ത മതവിഭാഗങ്ങൾ, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത സംസ്കാരം എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഇന്ത്യക്കാർ എന്ന നിലക്ക് നാം ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. നാം ഒരു ഖൗമാണ്, ഇന്ത്യക്കാർ എന്ന നിലക്ക്. അതേസമയം ആദർശ സമൂഹത്തിന് ഖുർആൻ ഉമ്മത്ത് എന്ന വാക്ക് ഉപയോഗിച്ചു. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന വ്യക്തിയെ കുറിച്ചാണ് ഉമ്മത്ത് എന്നെടുത്ത് പറഞ്ഞത്. അപ്പൊ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും, എന്താണ് ഒരു വ്യക്തിയെ ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ വിളിച്ചത് എന്ന് അന്വേഷിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇജ്തബാഹു വഹദാഹു. ഇജ്തബ, നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വഹദാ, അദ്ദേഹത്തിന് നാം വഴികാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്നാമത്തവല്ല, വഴികാണിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതേപോലെ നമ്മെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, വജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിചാരിതമായിട്ട് ഈ സമുദായത്തിനകത്ത് വന്നുപെട്ടവരല്ല നാം. വളരെ ബോധപൂർവം ഈ ആദർശത്തെ
മക്കളായി മാറേണ്ടവരാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഉമ്മത്ത് എന്ന വാക്കിന്റെ പ്രസക്തി. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വയം തന്നെ ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പറയാം. അങ്ങനെ ആകാൻ കഴിയുമോ? അപാരമായ കരുത്തുള്ള, അപാരമായ ആദർശത്തിന്റെ ശക്തിയുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ സ്വയം ഒരു പ്രസ്ഥാനമായിട്ട് തനിക്കെതിരിൽ രംഗത്ത് വരുന്ന മഹാപ്രവാഹം പോലെ തന്നെ വിഴുങ്ങിക്കളയാൻ തക്ക വിധത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താനുള്ള കരുത്ത് അത്തരത്തിലുള്ള അപാര വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് അല്ലാഹു തആല അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹാപ്രവാഹത്തെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് തടഞ്ഞു നിർത്തുന്ന മഹാനായ ദിഷണാശാലിയായിരുന്നു, വിപ്ലവകാരിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഉമ്മത്ത് എന്ന വാക്കിന് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം അല്ലാഹുവിന്റെ ഇച്ഛയെ സാക്ഷാത്കരിക്കുന്ന ഉപകരണം എന്നാണ്. അല്ലാഹുവിന്റെ ഇച്ഛയെ സാക്ഷാത്കരിക്കുന്ന ഉപകരണമായിട്ട് ഒരു മനുഷ്യൻ സ്വയം മാറുമ്പോൾ അയാൾ ഒരു ഉമ്മത്തായിരിക്കും. ഞാൻ അല്ലാഹുവിന്റെ ആയുധമാണ്, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉപകരണമാണ് ഞാൻ അതിനുവേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഒരാൾ തീരുമാനിക്കുന്നതോടുകൂടി അയാൾ സ്വയം ഒരു ഉമ്മത്തായിട്ട് വിശേഷിപ്പിക്കപ്പെടും എന്നാണ് പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വഴി തികച്ചും വ്യത്യസ്തമായിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് വഴിമാറി നടന്ന ജീവിതമായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടേറെ സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നില്ലേ? ഒരു രാത്രിയില് നക്ഷത്രങ്ങളെ കണ്ടും ഇതാണ് എന്റെ റബ്ബ് എന്ന് വിളിച്ചു പറഞ്ഞു. അത് മാഞ്ഞു പോയപ്പോ മാഞ്ഞു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്. അത് മാഞ്ഞു പോയപ്പോ പടച്ചോനെ നീ തന്നെ എനിക്ക് വഴികാട്ടിയാവണം, അല്ലെങ്കിൽ ഞാൻ വഴികേടിൽ അകപ്പെട്ടു പോകും എന്ന് പരിതപിക്കുന്ന സത്യാന്വേഷിയെ നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിൽ കാണാം. പിന്നീട് ഒരിക്കൽ സൂര്യനെ നോക്കിയിട്ട്, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി ഇതാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞു. ഇതാണ് ഏറ്റവും വലുത്. അതും അപ്രത്യക്ഷമായപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന വാക്കെന്താ? നിങ്ങൾ പങ്കുചേർക്കുന്ന സകലവിധ സംവിധാനങ്ങളിൽ നിന്നും ഞാൻ വേറിട്ട് നിൽക്കുന്നവനാണ്. ഒറ്റയാനായിട്ട്, ഒറ്റയാൾ പട്ടാളമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം എതിരെ നടക്കുകയാണ്. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മത്തായി മാറുന്നത്. ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ ജീവിത രീതി. വാപ്പാന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി. കാരണവന്മാരുടെ പൊരുത്തക്കേട് നേടണ്ടെന്ന് കരുതി. മക്കളുടെ ഇഷ്ടം അതാണ്, അവരാണല്ലോ ഇപ്പൊ വീടൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അതിന് കൂട്ട് നിന്ന് കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒരു അഴകുഴമ്പൻ സമീപന രീതിയിലേക്കാണ് നമ്മൾ വളരെ വേഗം വഴുതി മാറിപ്പോകുന്നത്. വളരെ പെട്ടെന്ന് പല കാര്യങ്ങളെയും ന്യായീകരിക്കാൻ നമുക്ക് കഴിയണം. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. വന്യ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. വന്യ പിതാവേ, ലിമ തഅബുദു, താങ്കൾ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത ഇത്തരം രൂപങ്ങളെ ഇബാദത്ത് ചെയ്യുവാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുമോ എന്ന് സ്വന്തം പിതാവിനുണ്ട്. പിതാവേ, ഞാൻ സത്യത്തിന്റെ വഴിയുമായിട്ടാണ് വന്നത്, അതുകൊണ്ട് എന്നെ പിൻപറ്റിയാലോ. വന്യ പിതാവേ, താങ്കൾ പിശാചിന് വഴിപ്പെട്ടു പോകുന്നതിൽ ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ താങ്കളുടെ മേൽ വന്നു ഭവിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം പിതാവുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. വാപ്പ പറഞ്ഞല്ലോ, ഇബ്രാഹിം നീ വർത്തമാനം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, അധികം പ്രസംഗം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്നെ കല്ലെറിയോ, പൊയ്ക്കൊള്ളണം എന്റെ കൺവെട്ടത്ത് നിന്ന് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് വാപ്പ പറഞ്ഞത്. സലാമുൻ അലൈക, വാപ്പ താങ്കൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ആ ഒറ്റയാൾ പട്ടാളത്തെ നമുക്ക് കാണാം. ഇതൊരു നിലപാടാണ്.
അവിടെയാണ് അല്ലാഹു കാന ഉമ്മത്തൻ, ഇബ്രാഹിം അലൈഹിസ്സലാം സ്വയം ഒരു ഉമ്മത്താണ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ, ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്. വഅന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എനിക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുകയും എന്ന് പറയുന്നുണ്ട്. ആ ഏകത്വത്തിന്റെ മഹത്തായ കാഴ്ചപ്പാടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ജൂതൻ, ക്രൈസ്തവൻ തുടങ്ങിയിട്ട് പല ലേബലുകളായിട്ട് മനുഷ്യൻ വഴിതിരിഞ്ഞു പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു ഉമ്മത്തായിട്ട് പരിചയപ്പെടുത്താൻ, നമ്മുടെ കാലവും അങ്ങനെയൊക്കെയല്ലേ, പലതരം അതിർത്തികൾ വരഞ്ഞു വെച്ച് അതിന്റെ അകത്തുള്ളവരും പുറത്തുള്ളവരുമായിട്ട് മനുഷ്യ സമൂഹത്തെ വേർതിരിച്ചുകൊണ്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഓർക്കുന്നില്ലേ ആ കുട്ടിയെ, അയലൻ കുട്ടി എന്ന സിറിയൻ ബാലനെ ഓർക്കുന്നില്ലേ? ആ കടൽ തീരത്ത് ഒരു ചോദ്യചിഹ്നം പോലെ ആ കുട്ടി വന്ന് കിടക്കുന്നത് ഈ അതിർവരമ്പുകൾ നിമിത്തമാണ് അതിന് സംഭവിച്ചത്. പരിസര പ്രദേശങ്ങളിലെ അറബ് രാജ്യങ്ങൾ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ക്രൈസ്തവ രാജ്യങ്ങളാണ് ഇപ്പൊ അവരെ അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നാം ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന വിശ്വ പൗരനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ പ്രതിനിധികൾ ഇബ്രാഹിം അലൈഹിസ്സലാമായി ജീവിക്കുവാൻ വേണ്ടിയിട്ട്, ആ ജീവിതത്തെ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആ തറവാട്ട് മണ്ണിൽ ഒരുമിച്ച് ചേരുന്ന വേളയിൽ തന്നെയാണ് സിറിയയിൽ ഇത് സംഭവിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, നാം ആ മില്ലത്തിൽ നിന്ന് എത്രയോ അകലെയാണ് കിടക്കുന്നത് എന്ന് തന്നെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാന ഉമ്മത്തൻ, അദ്ദേഹം സ്വയം ഒരു ഉമ്മത്തായിരുന്നു. അത് വിശാലമായൊരു കാഴ്ചപ്പാടാണ്. രാജ്യാതിർത്തികൾക്കും അപ്പുറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിലേക്ക് എത്തിച്ചേരുന്നത് അതിനകത്ത് സൂചിപ്പിച്ചല്ലോ, പിതാവിനെ വിട്ട്, കുടുംബത്തെ വിട്ട്, രാജ്യത്തെ വിട്ട്, അധികാരവും സുഖസൗകര്യങ്ങളും വിട്ട് ഇറങ്ങിത്തിരിച്ച് ഹിജ്റ ചെയ്യാന് പ്രിയതമയോടൊപ്പം. എന്നിട്ട് ഒരുപാട് നാടുകൾ, ഈ പറയപ്പെട്ട സിറിയയും ഫലസ്തീനും ഈജിപ്തും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫലഭൂയിഷ്ടമായ ധാരാളം ജനവാസമുള്ള മേഖലകളൊക്കെ വിട്ടിട്ടാണ് ആ മരുപ്പറമ്പിൽ വരുന്നത് എന്ന് കാണാം. എന്നിട്ടാണ് ആ കഅബാലയത്തിന്റെ പരിസരത്ത് കുടുംബത്തെ കൊണ്ടുപോയി താമസിക്കുന്നത്. ആ കഅബയ്ക്ക് പ്രത്യേകിച്ച് ദിശകളില്ല. ലോകം മുഴുവനും കഅബയെ ദിശയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതിർവരമ്പുകളില്ലാത്ത, വിവേചനങ്ങളില്ലാത്ത, ഉച്ചനീചത്വങ്ങളില്ലാത്ത ഒരു കാഴ്ചപ്പാട് തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെയാണ് ഈ മില്ലത്ത് അബീക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരുക എന്നതിന്റെ പ്രാധാന്യം എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കലം, ഒരു ഒറ്റയാൾ പട്ടാളത്തിന്റെ മുന്നേറ്റ രീതി തീർച്ചയായും പരിശീലിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഇബ്രാഹിം എന്ന നാമം കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് നാം ഉരുവിടുന്നത് അല്ലാഹുവിന്റെ ശാന്തിയും സമാധാനവും അദ്ദേഹത്തിന് മേൽ ഉണ്ടാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും ആ മഹാനുഭാവൻ ഈ ലോകത്ത് നമുക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ള ഈ മഹത്തായ ആദർശം നിർത്തിയാണ്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുവാൻ ബാധ്യതയുള്ളവരാണ് നാം. നമ്മുടെ സഹോദരങ്ങൾ ആ ജീവിതം അവിടെ പുനരാവിഷ്കരിക്കുമ്പോൾ തീർച്ചയായും അത് ലോകം ഏറ്റെടുക്കുകയും ലോകത്തിനു മുമ്പിൽ ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾ ആ അർത്ഥത്തിൽ ആ വാപ്പയുടെയും ഉമ്മയുടെയും മകന്റെയും മാതൃക ഉൾക്കൊള്ളുന്നതാവേണ്ടതുണ്ട്. നമ്മുടെ നാട് ആ വിധത്തിലേക്ക് പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. ആ വിശാലമായ കാഴ്ചപ്പാടിൽ അല്ലാഹുവിനെ വഴിപ്പെടുന്ന തലത്തിലേക്ക് നമ്മുടെ സാമൂഹിക ഘടന മാറേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹുവിന്റെ ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ പിന്തുടരുന്നവരായിട്ട് നമുക്ക് മാറാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമി മില്ലത്തിന്റെ വാഹകനായി നമ്മെ പരിവർത്തിക്കുന്നതാണ്.
لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ഇബ്രാഹിമി മില്ലത്തിന്റെ വാഹകരായി മാറുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. വൽഫജ്ർ വലയാലിൻ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകുന്ന ഒരു പാഠം പ്രഭാതമാണ്, 10 വീതം രാവുകളാണ്. 10 വീതം രാവുകൾ എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പല തരത്തിൽ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 മറ്റൊന്ന് മുഹറമിലെ ആദ്യത്തെ 10, ഇനിയും ഒന്ന് ദുൽഹജ്ജിലെ ആദ്യത്തെ 10. ഇൻഷാ അല്ലാഹ് നാം 2 നാളുകൾക്കകം ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ദുൽഹജ്ജ് മാസം വളരെ ശ്രേഷ്ഠമായ മാസമായി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ അല്ലാഹുവിൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും ഉത്തമമായ നാളുകളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദും അതിന് തുല്യമാവുകയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. എന്നാൽ ഒരാൾ ഒഴികെ തന്റെ ശരീരവും സമ്പത്തുമായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും എന്നിട്ട് അവ രണ്ടും തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും ചെയ്തവൻ ഒഴികെ. എന്ന് പറഞ്ഞാൽ സമ്പത്ത് ആ മാർഗത്തിൽ ചെലവഴിക്കുകയും തന്റെ ജീവൻ ആ മാർഗത്തിൽ സമർപ്പിക്കുകയും ചെയ്തവൻ ഒഴികെ എന്നാണ് പറഞ്ഞത്. അത്രമാത്രം പുണ്യകരവും ശ്രേഷ്ഠകരവുമാണ് വരാനിരിക്കുന്ന ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. മറ്റൊരു ഹദീസിൽ ഇത്രയും ഉത്തമമായ ദിനങ്ങൾ വേറെയില്ല, ആ ദിനങ്ങളിലെ കർമ്മങ്ങളെക്കാൾ ഉത്തമമായ കർമ്മങ്ങളുമില്ല. അതിനാൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുവാൻ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഫത്ഹുൽ ബാരിയുടെ കർത്താവ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 എല്ലാ നന്മകളും എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ ഇബാദത്തുകളും ഒത്തുചേരുന്നുണ്ട് എന്ന്. നമസ്കാരമുണ്ട് തീർച്ചയായും, അതേപോലെ സക്കാത്ത് അതിന് തുല്യമായ ദാനധർമ്മങ്ങൾ ദുൽഹജ്ജിൽ വിശ്വാസികളും ഹാജിമാർ പ്രത്യേകിച്ചും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ സുന്നത്തായ നോമ്പ്, പ്രത്യേകിച്ച് അറഫ നോമ്പ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 അതേപോലെ തന്നെ നോമ്പ്, സുന്നത്തായ നോമ്പ് വർദ്ധിപ്പിക്കുവാനുള്ള പ്രോത്സാഹനവും കാണാം. എന്ന് കരുതിയിട്ട് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 മുഴുവനും നോമ്പെടുക്കാൻ നേർച്ചയാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആകാവുന്നതാണ് എന്ന് മാത്രം. അതേപോലെ ഹജ്ജും ചേർന്ന് നിൽക്കുന്നു. ഇസ്ലാമിലെ 4 ഇബാദത്തുകളും ചേർന്ന് നിൽക്കുന്നു എന്നതിനാലായിരിക്കണം ഈ 10 ഇത്രയും പ്രാധാന്യം എന്ന് ഇമാം ഇബ്നു ഹജർ വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാം. അത്രയും ശ്രേഷ്ഠമായ നാളുകളിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് എന്നതിനാൽ പരമാവധി പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി വരാനിരിക്കുന്ന 40 പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 1 നാം ഉളഹിയത്തിന്റെ നിയ്യത്തിൽ പ്രവേശിക്കുന്നത്. ദുൽഹജ്ജ് മാസപ്പിറവി അറിയുന്നതോടുകൂടി ഉളഹിയത്തിന്റെ നിയ്യത്തിൽ നാം പ്രവേശിക്കുന്നത്. അതിന് 2 നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഉളഹിയത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ ഉളഹിയ നിർവഹിക്കപ്പെടുന്നതുവരെ അതിന് നിയ്യത്ത് ചെയ്തവർ മുടിയും നഖവും മുറിക്കുന്നത് മാറ്റിവെക്കണം. മുടി മുറിക്കുന്നതും നഖം മുറിക്കുന്നതും മാറ്റിവെക്കണം.
എന്ന് പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അത് നമ്മുടെ സഹോദരങ്ങളായ ഇഹ്റാമിലുള്ള ഹാജിമാരോട് ഐക്യപ്പെടുന്നതിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നാം യഥാർത്ഥത്തിൽ ബലി നൽകാൻ പോകുന്നത് കേവലം ഒരു മൃഗത്തെയല്ല, മറിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെ ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെച്ച ഏതോ ഒന്നിനെയാണ്. അത് നമ്മുടെ മക്കളെ ആകാം, നമ്മുടെ ഏറ്റവും വിലപ്പെട്ടതാകാം. അതുകൊണ്ട് തന്നെ ആ ചിന്തയിൽ കഴിഞ്ഞു പോകുന്ന ഇബ്രാഹിമിന്റെ മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു വിശ്വാസി നഖം മുറിക്കുന്നതിനെ കുറിച്ചും മുടിയെടുക്കുന്നതിനെ കുറിച്ചും ആയിരിക്കില്ല അപ്പോൾ ആലോചിക്കുന്നത്. ശുദ്ധിക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ച ഇസ്ലാം തന്നെയാണ് ഈ വേളയിൽ ഇവയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആ കാര്യം പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉലഹ്യത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ എത്ര വേഗം പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഉലഹ്യ വളരെ ശ്രേഷ്ഠമാണ് എന്ന് നമുക്കറിയാം. ഉലഹ്യയുടെ പ്രാധാന്യം ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ബലിമൃഗത്തിന്റെ ഓരോ രോമത്തിനും പുണ്യമുണ്ട്. അതിന്റെ കൊമ്പുകളും അതിന്റെ നഖങ്ങളും രോമങ്ങളും എല്ലാം ആ ബലി നിർവഹിച്ച ആൾക്ക് അനുകൂല സാക്ഷിയാകും. ആ ബലിമൃഗത്തിന്റെ രക്തം ഭൂമിയിൽ ഇറ്റി വീഴുന്നതിന് മുമ്പായിട്ട് അതിന്റെ പുണ്യം അയാളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. ഇങ്ങനെ തുടങ്ങി ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. അതിനാൽ ആ അർത്ഥത്തിൽ അതിന് അർഹതയുള്ള ആളുകളൊക്കെയും ബലികർമ്മത്തിന് വേണ്ടിയിട്ട് നിയന്ത്രിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുകൂടി പ്രത്യേകം ഉണർത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിലുള്ള നമ്മുടെ എല്ലാ ഈടുവെപ്പുകളും സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം രോഗികൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഒരു സഹോദരൻ പാമ്പ് കടിയേറ്റ് ഇരു വൃക്കകളും തകരാറിലായി ആശുപത്രിയിലുണ്ട്. മറ്റൊരു സഹോദരൻ തന്റെ ജീവിതത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, രോഗികളായ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കാനാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നതാണ്. പഠിച്ചവനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നേ. പഠിച്ചവനെ ഉമ്മത്ത് മുസ്ലിം എന്ന അർത്ഥത്തിൽ ആദർശസ്ഥലമാക്കി ഞങ്ങളെ നീ പരിവർത്തിപ്പിക്കണമെന്നേ. ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമെന്നതാണ്. ഞങ്ങളിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുന്ന അവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഹാജിമാർക്കും അവരുടെ ഇബാദത്തുകൾ പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ നീ തൗഫീഖ് നൽകണമെന്നേ. ഈ വർഷത്തെ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ നന്മകളും എല്ലാ ലക്ഷ്യങ്ങളും ലോകത്തിനുമേൽ അനുഗ്രഹമായി നീ ചെയ്യുകയാണെന്നാണ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാര്, വാപ്പമാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കണമെന്നേ. ഞങ്ങളെല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قوي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا